നമസ്കാരം. പ്രധാന വാർത്തകൾ. വാണിയംകുളത്ത് പെട്രോൾ പമ്പിന് തീയിടാൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. വാണിയംകുളം സ്വദേശികളായ പ്രശാന്ത്, രവീന്ദ്രൻ എന്നിവരാണ് അറസ്റ്റിലായത്. കുപ്പിയിൽ പെട്രോൾ നൽകാത്തതിനായിരുന്നു അതിക്രമം. മണ്ണാർക്കാട് CPM ജമാഅത്തെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയിട്ടില്ലെന്ന് ലോക്കൽ സെക്രട്ടറി കെ മൻസൂർ. കുന്തിപ്പുഴ വാർഡിൽ ഒറ്റ വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥിയെയും തള്ളി മൻസൂർ. വാർഡിൽ പിന്തുണച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥി KT ഫൈസലിന്. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പദവിയെ ചൊല്ലി ലീഗും കോൺഗ്രസും തമ്മിൽ തർക്കം. UDF യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വൈസ് പ്രസിഡന്റ് പദവി PK ശശി വിഭാഗം സ്വതന്ത്രനു നൽകാൻ നീക്കം. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ സ്വർണ്ണവേട്ട. രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവന്ന 8.69 കിലോഗ്രാം സ്വർണം പിടികൂടി. മുംബൈ സ്വദേശികളായ യുവാക്കൾ പിടിയിൽ. എവിടെ പോയാലും സ്വന്തം രാജ്യത്തിന്റെ മൂല്യങ്ങളും ഭാരതീയതയും കാത്തുസൂക്ഷിക്കണമെന്ന് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. ഒറ്റപ്പാലത്ത് KPS മേനോൻ പുരസ്കാരം ഗവർണർ സമ്മാനിച്ചു. വാർത്തകൾ വിശദമായി. മണ്ണാർക്കാട് നഗരസഭ കുന്തിപ്പുഴ വാർഡിൽ ഒറ്റ വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥിയെ തള്ളി CPM. തങ്ങളുടെ പിന്തുണ സ്ഥാനാർത്ഥി KT ഫൈസലിനായിരുന്നുവെന്ന് CPM മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറി കെ മൻസൂർ പറഞ്ഞു. ഒരു ഘട്ടത്തിലും ജമാഅത്തിന്റെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയിട്ടില്ല എന്നും മൻസൂർ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ആദ്യഘട്ടത്തിൽ ഫിറോസ് ഖാനെയാണ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ വിജയസാധ്യത അതേ വാർഡിലെ താമസക്കാരനായ സ്വതന്ത്ര സ്ഥാനാർത്ഥി KT ഫൈസലിനാണെന്ന് ബ്രാഞ്ച് കമ്മിറ്റിയുടെ അഭിപ്രായം മാനിച്ച് ഫൈസലിന് പിന്തുണ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിലും ജമാഅത്തിന്റെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയിട്ടില്ല. ജമാഅത്തിന്റെ സ്ഥാനാർത്ഥിക്ക് 179 വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ലീഗിന്റെ വോട്ടാണ്. തങ്ങൾ പിന്തുണച്ച ഫൈസലിന് 65 വോട്ട് ലഭിച്ചിട്ടുണ്ട്. ഫൈസലിനെ പിന്തുണയ്ക്കുന്ന കാര്യം വാർഡിലെ വോട്ടർമാരെയും പാർട്ടി പ്രവർത്തകരെയും അറിയിച്ചിട്ടുണ്ട്. ഫിറോസ് ഖാനെയും ഇക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ജമാഅത്തിന്റെ സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്തത് CPM അംഗമാണെങ്കിൽ അക്കാര്യം പരിശോധിച്ച് നടപടി സ്വീകരിക്കും. PK ശശി വിഭാഗത്തിന് മണ്ണാർക്കാട് നഗരസഭയിൽ ഒരു സ്വാധീനവും വരുത്താൻ കഴിഞ്ഞില്ല. 10 സ്ഥാനാർത്ഥികൾക്ക് ആകെ എത്ര വോട്ടാണ് കിട്ടിയതെന്ന് പരിശോധിക്കണം. ജമാഅത്തും BJPയുമായും വോട്ട് കച്ചവടം നടത്തിയത് മുസ്ലിം ലീഗും കോൺഗ്രസുമാണ്. അരയങ്കോട് വാർഡ് BJPയിൽ നിന്ന് തങ്ങൾ പിടിച്ചെടുത്തു. അതേസമയം തോരാപുരത്ത് BJPക്ക് ജയിക്കാൻ അവസരമൊരുക്കിയത് UDF ആണ്. വിമതർക്ക് എതിരെ നടപടി അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും ലോക്കൽ സെക്രട്ടറി കെ മൻസൂർ പറഞ്ഞു. ഫൈസലായിരുന്നു. രണ്ടാമത് ഫിറോസ് എന്ന് പറയുന്നത് DYFIയുടെ മേഖലാ കമ്മിറ്റി മെമ്പറാണ്, പാർട്ടി മെമ്പറാണ്. അവർ താമസിക്കുന്നത് നായാടിക്കുന്നത്താണ്. 2 കൂട്ടരും നിലവിൽ നോമിനേഷൻ കൊടുക്കാൻ സാധാരണ ഒരാൾ തള്ളിയാൽ ഒറ്റൊരാൾ എന്നുള്ള നിലയിൽ നമ്മൾ സ്വാഭാവികമായിട്ടും വരും. അതിനുശേഷം നമ്മൾ പത്രിക ഫിറോസിൻ്റെ പിൻവലിച്ചില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ പൂർണ്ണമായിട്ടും ആ പ്രദേശത്തുള്ള ആളുകൾ എന്നുള്ള നിലയിൽ അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും തീരുമാനിച്ചത് അവിടെ ഫൈസലിന് പിന്തുണ കൊടുക്കാൻ വേണ്ടിയാണ്. ആ ഫൈസലിന് പിന്തുണ കൊടുക്കുകയും 60ഓളം വോട്ട് ഫൈസലിന് അവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യബോധം മനസ്സിലാക്കാതെ ചില ആളുകളെല്ലാം എന്തെല്ലാം പറയുന്നതിനനുസരിച്ച് കൊണ്ടാണ് ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നത്. അതൊരു ശരിയല്ലാത്ത രീതിയായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി നമുക്കുണ്ട്. വാണിയംകുളത്ത് പെട്രോൾ പമ്പിന് തീയിടാൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. വാണിയംകുളം സ്വദേശികളായ പ്രശാന്ത്, രവീന്ദ്രൻ എന്നിവരാണ് പിടിയിലായത്. വാണിയംകുളം പെട്രോൾ പമ്പിൽ തീയിടാൻ ശ്രമിച്ച കേസിലാണ് 2 പേരെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. വാണിയംകുളം ചമതക്കുണ്ടിൽ 41കാരനായ പ്രശാന്ത്, ചെറുകാട്ടുപുലം പള്ളിപ്പുറത്ത് 53കാരനായ രവീന്ദ്രൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ഓട്ടോയിൽ എത്തിയ 3-അംഗ സംഘം കുപ്പിയിൽ പെട്രോൾ ആവശ്യപ്പെടുകയും ജീവനക്കാരൻ നൽകാനാവില്ലെന്ന് പറഞ്ഞതുമാണ് ആക്രമണത്തിന് കാരണമെന്നായിരുന്നു പരാതി. ഇരുകൂട്ടരും തമ്മിലുള്ള തർക്കത്തിനിടെ ഓട്ടോ ഡ്രൈവർ വണ്ടിയിലെ ക്യാനിൽ ഉണ്ടായിരുന്ന പെട്രോൾ നിലത്തൊഴിച്ച് തീപ്പെട്ടിയെടുത്ത് തീ കൊളുത്താൻ ശ്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ പമ്പ് മാനേജർ ഷൊർണൂർ DYSPക്ക് പരാതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അറസ്റ്റ്. മണ്ണാർക്കാട് നഗരസഭ നികുതി കുടിശ്ശിക പ്രശ്നത്തിന് പരിഹാരമായില്ല. കോടതി വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സബ് കമ്മിറ്റി യോഗം ചേർന്നു. സബ് കമ്മിറ്റിക്ക് നിയമസാധുതയില്ലെന്നും ആരോപണം. നഗരസഭാ അധ്യക്ഷൻ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. കെട്ടിട ഉടമകൾ പ്രതിഷേധത്തിൽ.
പരിഷ്കരണം എന്ന് പറഞ്ഞാൽ നികുതി കുടിശ്ശിക ഒഴിവാക്കിക്കൊണ്ടുള്ള കോടതി വിധിയൊക്കെ ചിന്തിക്കുമെന്ന് നിങ്ങൾക്കറിയാലോ. ഇതിന് മുമ്പ് കോടതിയിൽ നിന്ന് സിംഗിൾ ബെഞ്ചും വിധിച്ചു, ഹൈക്കോടതിയിൽ നിന്നും വിധിയുണ്ടായി. ഇത് വാങ്ങാൻ പാടില്ല എന്നും ഇത് അസാധുവാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന് ശേഷം ഇപ്പോഴും അവർ വാങ്ങൽ തുടങ്ങിയിട്ടില്ല. അതിനവർ പറയുന്ന കാരണം അന്നത്തെ ആ വിധിയിൽ ഇത് 3 വർഷം ഒന്നും എഴുതിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അതിന് വേണ്ടി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി ഇവിടെ പ്രസക്തമല്ല. ഇപ്പോൾ അവർ പറയുന്നത് ഇനി വീണ്ടും അതേമാതിരി പഴയ കാലത്തെ മാതിരി ഡിമാൻഡ് നോട്ടീസ് 2016 മുതലുള്ള ഡിമാൻഡ് നോട്ടീസ് തെറ്റുകളൊക്കെ അവർ തിരുത്തിയിട്ട് ഞങ്ങൾ രണ്ടാമത് അടിച്ചു തരുമെന്നാണ് പറയുന്നത്. 2016 മുതലുള്ള നികുതി കുടിശ്ശിക അടയ്ക്കാൻ ആവശ്യപ്പെട്ട് നഗരസഭ 2023 നോട്ടീസ് നൽകിയിരുന്നു. 3 വർഷത്തിനു മുൻപുള്ള നികുതി പിരിക്കാൻ പാടില്ലെന്ന് മുനിസിപ്പൽ ആക്ടിൽ ഉണ്ടെന്നും 2016 മുതലുള്ള നികുതി കുടിശ്ശിക അടയ്ക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത് ആക്ടിനെതിരാണെന്നുമാണ് കെട്ടിടമുടമകളുടെ വാദം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കെട്ടിട ഉടമകൾ ഹൈക്കോടതിയെ സമീപിക്കുകയും നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഡിമാൻഡ് നോട്ടീസ് നൽകിയതെന്ന കെട്ടിടമുടമകളുടെ വാദം അംഗീകരിച്ച് അനുകൂല ഉത്തരവ് നൽകുകയും ചെയ്തു. ഈ ഉത്തരവ് നടപ്പാക്കുന്ന കാര്യം ചർച്ച ചെയ്യുന്നതിന് നഗരസഭാ അധ്യക്ഷൻ, ഉപാധ്യക്ഷ, സ്ഥിരം സമിതി അധ്യക്ഷർ, കെട്ടിടമുടമകൾ എന്നിവരുൾപ്പെട്ട സബ് കമ്മിറ്റി ഒക്ടോബറിൽ ചേർന്ന കൗൺസിൽ യോഗത്തിൽ രൂപീകരിച്ചിരുന്നു. ഈ കമ്മിറ്റിയാണ് വ്യാഴാഴ്ച യോഗം ചേർന്നത്. റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള 30 ദിവസത്തെ സമയം അനുവദിക്കാതെയാണ് ഡിമാൻഡ് നോട്ടീസ് നൽകിയതെന്നും അതിനാൽ ഈ നോട്ടീസ് നിലനിൽക്കില്ലെന്നുമാണ് കോടതി ഉത്തരവെന്ന് യോഗത്തിൽ സെക്രട്ടറി അറിയിച്ചു. ഈ നടപടിക്രമം കൂടി പൂർത്തീകരിച്ച് വീണ്ടും നോട്ടീസ് നൽകുമെന്നും സെക്രട്ടറി അറിയിച്ചു. എന്നാൽ വീണ്ടും നോട്ടീസ് നൽകിയാൽ വീണ്ടും കോടതിയെ സമീപിക്കുമെന്ന് കെട്ടിടമുടമകളുടെ പ്രതിനിധികൾ പറഞ്ഞു. 2 വർഷത്തിലേറെയായി ലക്ഷങ്ങൾ മുടക്കി കോടതി കയറി ഇറങ്ങാൻ തുടങ്ങിയെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. ഇവിടെ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു എന്ന് പറയുന്നു. ഈ സബ് കമ്മിറ്റി തന്നെ നിയമവിരുദ്ധമാണെന്നാണ് ഇപ്പോൾ അവർ തന്നെ പറയുന്നത്. ഇപ്പോൾ എന്തായാലും അസോസിയേഷനെ ഇതിനു വേണ്ടി ഈ കാര്യം ചർച്ച ചെയ്യാൻ വിളിക്കുമ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ ഈ കാര്യങ്ങൾക്കൊരു പരിസമാപ്തി ഉണ്ടാവും, അത് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങളെ അറിയിച്ച വിവരങ്ങൾ പ്രകാരം അവർക്ക് പ്രൊസീജിയറൽ ആയിട്ടുള്ള നടപടിക്രമങ്ങളിൽ വന്നിട്ടുള്ള വീഴ്ച കാരണം ആണ് ഈ വിധി അവർക്കെതിരായിട്ടുണ്ടായിട്ടുള്ളത്, മുനിസിപ്പാലിറ്റിക്ക് എതിരായിട്ടുള്ളത്. അതുകൊണ്ട് വീണ്ടും ഇതൊക്കെ പാലിച്ചുകൊണ്ട്, നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ള നോട്ടീസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വിചാരണ നടത്തി വീണ്ടും നികുതി പരിഷ്കരണ ഉത്തരവ് പുറപ്പെടുവിക്കും, നോട്ടീസുകൾ ചെയ്യും. ആ നോട്ടീസുകളിൽ 2016-17 മുതൽക്കുള്ള കുടിശ്ശിക കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളിൽ നിന്നും സംഖ്യ ഈടാക്കുക എന്നാണ്. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എതിർപ്പ് എന്തിനോടായിരുന്നു? ഈ അരിയർ വാങ്ങുന്നതിനാണ്. അരിയർ എന്തുകൊണ്ട് സംഭവിച്ചതാണ്? ഈ മുനിസിപ്പാലിറ്റി 2016-17 നിലവിൽ വന്ന അന്ന് തന്നെ നടത്തേണ്ടിയിരുന്ന അസസ്മെൻറ്റ് 5 വർഷം പഴയ മുനിസിപ്പൽ കൗൺസിലും അതിനുശേഷം 2-3 വർഷക്കാലം നിലവിലുണ്ടായിരുന്ന മുനിസിപ്പൽ കൗൺസിലും വൈകിപ്പിച്ചതിന് ശേഷമാണ് ഈ അസസ്മെൻറ്റ്, ഈ നികുതി പരിഷ്കരണം, പ്രോപ്പർട്ടി ടാക്സ് പരിഷ്കരണം എന്നുള്ള നടപടിയിലേക്ക് മുനിസിപ്പാലിറ്റി പോയത്. ഇത് ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല ഈ 8 വർഷത്തോളം ഈ അസസ്മെൻറ്റ് വൈകിച്ചത്. അത് ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ വന്ന തെറ്റാണ്. ആ വീഴ്ച, അതിൻ്റെ അപഭാരം ഞങ്ങളിലേക്ക്, ഈ പാവപ്പെട്ട ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ തലയിലേക്ക് ഇട്ടുകൊണ്ടാണ് ഈ നോട്ടീസ് ഇട്ടത്. അതിനാണ് നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഇനിയും ഞങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ പോകുന്നു. അത് ഞങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണോ ഈ മീറ്റിംഗ് വിളിച്ചുവിട്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. ഏതായാലും ഞങ്ങൾ പ്രതിഷേധത്തിലാണ്. വളരെയധികം സംഖ്യകൾ ചെലവഴിച്ചിട്ടാണ് കോടതിയിൽ നിന്നും 160-170 കെട്ടിടോടമകൾ വിധി സമ്പാദിച്ചത്. ഇനിയും അതേ രീതിയിലേക്ക് ഇവിടുത്തെ കെട്ടിടോടമകളോട് പോയിക്കൊള്ളാൻ പരോക്ഷമായി പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് മീറ്റിംഗ് എന്ന യോഗത്തിലുണ്ടായിട്ടുള്ളത്. അതേസമയം 3 വർഷത്തിൽ കൂടുതൽ നികുതി പിരിക്കാൻ പാടില്ലെന്ന നിയമം മറച്ചുവെച്ച് ജനങ്ങളെ പിഴിയാനുള്ള ശ്രമമാണ് നഗരസഭ നടത്തുന്നതെന്ന് CPM പാർലമെന്ററി പാർട്ടി നേതാവ് TR സെബാസ്റ്റ്യൻ പറഞ്ഞു. ഇത്തരമൊരു സബ് കമ്മിറ്റി തന്നെ നിയമവിരുദ്ധമാണെന്നും TR സെബാസ്റ്റ്യൻ പറഞ്ഞു. മണ്ണാർക്കാട്ടെ നികുതി പരിഷ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പഴയ പഴഞ്ചൊല്ലാണ് ഓർമ്മ വരിക. കൊല്ലണ രാജാവിന് തിന്നണ മന്ത്രി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ നേരെ തിരിച്ചാണ്. തിന്നണ രാജാവിന് കൊല്ലണ മന്ത്രി എന്ന രൂപത്തിലാണ് മണ്ണാർക്കാട്ടെ നികുതി പരിഷ്കാരത്തെ സംബന്ധിച്ച് തുടക്കം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നിയമം നടപ്പിലാക്കിയിരുന്നെങ്കിൽ വളരെ ലഘുവായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നത്തെ സങ്കീർണമാക്കി വലിയ തോതിൽ പണം സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തത്. ഇന്ന് ഒരു കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞ്
10 മണിക്ക് ഞാൻ ഉൾപ്പെടെ ധാരാളം പേരോട് എത്തിയതാണ്. ആ കമ്മിറ്റി 11 മണിക്കാണ് ചേർന്നത്. അതിൽ നഗരസഭയുടെ നിലവിലുള്ള ചെയർമാനോ ബന്ധപ്പെട്ട ധാരാളം പേർ പങ്കെടുക്കേണ്ട കമ്മിറ്റിയിൽ അവരാരും പങ്കെടുത്തില്ല. സെക്രട്ടറി അവസാനം ഈ കമ്മിറ്റി നിയമവിധേയമല്ല എന്നാണ് പറഞ്ഞ് ഒരു മിൻസ് പോലും തയ്യാറാക്കാതെ പിരിഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോഴും പരിഹരിക്കാൻ കഴിയുന്ന വിഷയത്തെ ഒരുപോലെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് മണ്ണാർക്കാട്ടെ ബിൽഡിംഗ് ഓണേഴ്സിനെയും നികുതിദായകരെയും പ്രയാസപ്പെടുത്തുന്ന സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇനിയും കോടതിയിലേക്ക് പോകേണ്ട ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. തികച്ചും ആക്ഷേപാർഹമായ ഒരു നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയും തിരുത്താൻ അവസരമുണ്ട്. പുതിയ ഭരണസമിതി 3 വർഷത്തെ പുറകോട്ട് നികുതി ഈടാക്കി മുഴുവൻ ആളുകൾക്കും കഴിഞ്ഞ കാലങ്ങളിൽ അധികം ഈടാക്കിയ നികുതി തിരിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ വിഷയമൊക്കെ ഒറ്റയടിക്ക് പരിഹരിക്കാൻ കഴിയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന് തയ്യാറാകാതെ ഇപ്പോഴും ആളുകളെ പ്രയാസപ്പെടുത്തുന്ന തീരുമാനങ്ങൾ വീണ്ടും വീണ്ടും എടുക്കുന്ന ഈ സംവിധാനത്തിൽ ഞാൻ പറഞ്ഞ പഴഞ്ചൊല്ലിനെ അനർത്ഥമാക്കുന്ന രൂപത്തിലുള്ള നിലപാടാണ് മണ്ണാർക്കാട് നഗരസഭ സ്വീകരിക്കുന്നത്. അത് പുതിയ ഭരണസമിതി തിരുത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മണ്ണാർക്കാട്ടുകാരുടെ ആഗ്രഹം അതാണ്. പുതിയ ഭരണസമിതി വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് പരിഹരിക്കാൻ മുന്നോട്ട് വരും. വാളയാറിൽ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയിൽ രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവന്ന 8 കോടിയോളം വിലമതിക്കുന്ന 8.69 കിലോഗ്രാം സ്വർണവുമായി 2 യുവാക്കൾ പിടിയിൽ. മുംബൈ സ്വദേശികളായ അജയ് ജെയിൻ, ഹിതേഷ് ശിവരാം സേലങ്കി എന്നിവരാണ് പിടിയിലായത്. വ്യാഴാഴ്ച രാവിലെ 9:30 വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി രമേഷും പാർട്ടിയും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിൽ കോയമ്പത്തൂരിൽ നിന്ന് കൊട്ടാരക്കരയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിലെ 2 യാത്രക്കാരിൽ നിന്നാണ് രേഖകളില്ലാത്ത 8.69 കിലോഗ്രാം സ്വർണം കണ്ടെത്തിയത്. സംഭവത്തിൽ മുംബൈ സ്വദേശികളായ അജയ് ജെയിൻ, ഹിതേഷ് ശിവരാം സേലങ്കി എന്നിവരെ അറസ്റ്റ് ചെയ്തു. പിടികൂടിയ സ്വർണത്തിന് 8 കോടിയോളം രൂപ വിലമതിക്കുമെന്നും അധികൃതർ അറിയിച്ചു. മേൽ നടപടികൾക്കായി വാളയാർ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്റ്റേറ്റ് GST ഡിപ്പാർട്ട്മെന്റിന് കൈമാറി. എക്സൈസ് ഇൻസ്പെക്ടർ N പ്രേമാനന്ദകുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് BJ ശ്രീജി, KA മനോഹരൻ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ KM സജീഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അരുൺ, സുബിൻ രാജ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പദവിയെ ചൊല്ലി ലീഗും കോൺഗ്രസും തമ്മിൽ തർക്കം. കഴിഞ്ഞ ദിവസം ചേർന്ന UDF യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വൈസ് പ്രസിഡന്റ് പദവി PK ശശി വിഭാഗം സ്വതന്ത്രന് നൽകാനും നീക്കം. ഇടതുപക്ഷത്ത് നിന്ന് ഭരണം തിരിച്ചുപിടിച്ച UDFന് കാഞ്ഞിരപ്പുഴയിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. പ്രസിഡന്റ് പദവി പട്ടികജാതി വനിതാ സംവരണമാണ്. കേരള കോൺഗ്രസിന്റെ സീറ്റിൽ തൃക്കളൂർ വാർഡിൽ നിന്ന് മത്സരിച്ച വനിതയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. മുന്നണി മര്യാദ പ്രകാരം വൈസ് പ്രസിഡന്റ് പദവി ലീഗിന് അവകാശപ്പെട്ടതാണെന്നും അത് നൽകണമെന്നുമാണ് ലീഗിന്റെ ആവശ്യം. 21 ഭരണസമിതിയിൽ കോൺഗ്രസിന് 5, കേരള കോൺഗ്രസ് 1, ലീഗ് 2, ശശിപക്ഷക്കാർ 2, CPM 5, CPI 1, NCP 1, BJP 2, സ്വതന്ത്രർ 2 എന്നിങ്ങനെയാണ് കക്ഷിനില. ലീഗിനെ മാറ്റി നിർത്തി 2 സ്വതന്ത്രരെ ഒപ്പം നിർത്തിയാൽ കോൺഗ്രസിന് 10 പേരുടെ പിന്തുണയോടെ ഭരിക്കാം. ലീഗ് 2 സ്വതന്ത്രരെ ഒപ്പം നിർത്തി പ്രത്യേക ബ്ലോക്കായി ഇടതുമുന്നണിയുമായി ധാരണയുണ്ടാക്കിയാൽ കോൺഗ്രസിന് ഭരണം കൈവിട്ടുപോകും. ഇടതുമുന്നണിക്ക് 12 പേരുടെ പിന്തുണയുണ്ടാകും. സ്വതന്ത്രരായി മത്സരിച്ച 2 പേരും കോൺഗ്രസ് റിബലുകളാണ്. ഏതായാലും തിരക്കിട്ട ചർച്ചകളാണ് കാഞ്ഞിരപ്പുഴയിൽ നടക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ അക്കൗണ്ട് തുറന്ന സന്തോഷത്തിലാണ് BJP പ്രവർത്തകർ. 11ാം വാർഡ് പാർത്തലയിലാണ് BJP സ്ഥാനാർത്ഥിയായ V ഗിരിജ വിജയിച്ചത്. 11ാം വാർഡ് പാർത്തലയിൽ 18 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സ്ഥാനാർത്ഥിയായ ഗിരിജ V വിജയം കൈവരിച്ചത്. സാധാരണക്കാരന്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും തന്നെ വിശ്വസിച്ച് വോട്ട് നൽകിയ എല്ലാ വോട്ടർമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നതായും ഗിരിജ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ശ്രീകൃഷ്ണപുരം 11ാം വാർഡ് പാർത്തലയെ NDA സ്ഥാനാർത്ഥിയായി നിന്ന് എന്നെ വിജയിപ്പിച്ച എല്ലാ വോട്ടർമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. വാർഡിലെ എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇവിടുത്തെ സാധാരണക്കാരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രയത്നിക്കും. നന്ദി. വിജയാഹ്ലാദത്തിന്റെ ഭാഗമായി BJP പാർത്തല വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മധുര വിതരണം നടത്തി. ഇടതുപക്ഷത്തിന്റെ കോട്ടയിൽ വിജയിക്കാൻ കഴിഞ്ഞതിൽ ഇരട്ടി മധുരമാണെന്നും BJP പ്രവർത്തകർ പറഞ്ഞു. ഇടവേള.
വീണ്ടും വാർത്തകളിലേക്ക്. എവിടെ പോയാലും സ്വന്തം രാജ്യത്തിന്റെ മൂല്യങ്ങളും ഭാരതീയതയും കാത്തുസൂക്ഷിക്കുകയും അത് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കുകയും ചെയ്യണമെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. ഒറ്റപ്പാലത്ത് KPS മേനോൻ പുരസ്കാരം സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 2 വർഷത്തെ KPS മേനോൻ സ്മാരക പുരസ്കാര വിതരണമാണ് ഒറ്റപ്പാലം കണ്ണിയമ്പുറം CSN ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. 2024 ഭരതനാട്യ നർത്തകി ചിത്ര വിശ്വേശ്വരനും 2025 ഇന്ത്യൻ ദൃശ്യമാധ്യമ രംഗത്തെ K മാധവനുമാണ് പുരസ്കാരം. ഒറ്റപ്പാലം ചേറ്റൂർ ശങ്കരൻ നായർ സ്മാരക കൾച്ചറൽ ട്രസ്റ്റാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. 1 ലക്ഷം രൂപ വീതമുള്ള പുരസ്കാരങ്ങൾ സംസ്ഥാന ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വിതരണം ചെയ്തു. കവിയും ട്രസ്റ്റ് ചെയർമാനുമായ PT നരേന്ദ്രമേനോൻ അധ്യക്ഷനായി. സബ് കളക്ടർ അഞ്ജിത് സിംഗ് IAS, CSN ട്രസ്റ്റ് സെക്രട്ടറി EP ചിത്രേഷ് നായർ, CSN മെമ്പർ CP ബൈജു, N പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ദിവ്യ വേണുഗോപാലിന്റെ ഭരതനാട്യവും അരങ്ങേറി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ നാട്ടുകൽ ഭാഗത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടായത് 3 അപകടങ്ങൾ. 9 പേർക്ക് പരിക്കേറ്റു. വളവുകളിൽ ഗതി കാണിക്കുന്ന മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. 3 അപകടങ്ങളും ഉണ്ടായത് രാത്രിയിലാണ്. നാട്ടുകൽ പാറപ്പുറം വളവിലാണ് അപകടങ്ങൾ പതിവായി നടക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിക്ക് ശേഷം 2 അപകടങ്ങളാണ് ഇവിടെ നടന്നത്. കൂടാതെ 12-ാം തീയതി വെള്ളിയാഴ്ച രാത്രിയും ഇതേ വളവിൽ അപകടം സംഭവിച്ചു. ഇലക്ഷൻ ഡ്യൂട്ടിയിലായിരുന്ന സ്വകാര്യ വാഹനമാണ് അന്ന് അപകടത്തിൽപ്പെട്ടത്. പോലീസുകാർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിരുന്നു. രാത്രി വളവിൽ ഡ്രൈവർമാർക്ക് ദിശ അറിയാൻ കഴിയാതെ ആശയക്കുഴപ്പത്തിലാവുന്നതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ നവാസ് കരിമ്പനക്കൽ പറഞ്ഞു. നാന്തൊടി 153 ഭാഗത്ത് സ്ഥിരമായി അപകടങ്ങൾ നടക്കുന്നുണ്ട്. അതിന് കാരണം വളവുകളിൽ ആവശ്യമായ സിഗ്നൽ ബോർഡുകൾ ഇല്ലാത്തതാണ് കാരണം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അണ്ണാന്തൊടിയാണെങ്കിലും പാറപ്പുറത്താണെന്നുണ്ടെങ്കിലും ആ വളവുകൾ കഴിഞ്ഞാൽ 100 മീറ്ററിനപ്പുറം തന്നെ മദ്രസകളുണ്ട്. 6 മണിക്ക് കുട്ടികൾ മദ്രസയിൽ വരുന്നതാണ്. അവിടെ സീബ്ര ലൈന് പോലും ഇട്ടിട്ടില്ല. അതെന്തായാലും പരിഗണിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അമിത വേഗതയും അപകടങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. താഴേക്കൂട അമ്മനിക്കാട് കഴിഞ്ഞാൽ പിന്നെ വേഗതാ നിയന്ത്രണ ക്യാമറകൾ മണ്ണാർക്കാട് വരെ ദേശീയപാതയിൽ ഇല്ല. സമസ്തയ്ക്ക് കീഴിലുള്ള വല്ലപ്പുഴ ദാറുൽ ഇസ്ലാം യത്തീംഖാനയുടെ 60ാം വാർഷിക 1ാം സനദ്ദാന സമ്മേളനത്തിന് തുടക്കമായി. 3 ദിവസങ്ങളിലായാണ് പരിപാടികൾ നടക്കുന്നത്. സമസ്ത വൈസ് പ്രസിഡന്റ് MP കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ പതാക ഉയർത്തി. തുടർന്ന് 60 മഹല്ല് പ്രസിഡന്റുമാരും 60 പതാക ഉയർത്തി. മജ്ലിസുന്നൂറിന് സ്ഥാപക പ്രിൻസിപ്പൽ CP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകി. സമസ്ത വൈസ് പ്രസിഡന്റ് MP കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. സൈനുൽ ആബിദ് തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. സയ്യിദ് ഹുദവി ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. സമസ്ത മുശവറ അംഗം K ഹൈദർ ഫൈസി പനങ്ങാങ്ങര അനുഗ്രഹ പ്രഭാഷണം നടത്തി. വിദ്യാർത്ഥി യൂണിയൻ പുറത്തിറക്കിയ സുവനീറും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ഉമർ ഹാജി കാരക്കാട് ഏറ്റുവാങ്ങി. AM നൌഷാദ് ഭാഗവി ചിറയിൻ കീഴ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. PK ആറ്റക്കോയത്തങ്ങൾ, ഗാസി C മുഹമ്മദ് മുസ്ലിയാർ, ഗാജ ദാരിമി, CAMA കരീം, സൈദലവി ദാരിമി മുളയങ്കാവ്, PK കോയ ഹാജി, മുസ്തഫ ഫൈസി കാളപ്പറമ്പ്, മുഹമ്മദ് അലി അൻവരി പൊട്ടച്ചറ, M വീരാൻ ഹാജി, PP വീരാൻ ഹാജി, സൈദലവി കോയത്തങ്ങൾ, ഹിദായത്തുള്ള അൻവരി, അബ്ദുൽ ഖാദർ ദാരിമി, അഡ്വക്കേറ്റ് A ജമാൽ തുടങ്ങിയവർ പങ്കെടുത്തു. 2ാം ദിനമായ വ്യാഴാഴ്ച ഷാജഹാൻ റഹ്മാനി കമ്പളക്കാടിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും വൈകുന്നേരം 6 മണിക്ക് ജലീൽ റഹ്മാനി വാണിയന്നൂരിന്റെ പ്രഭാഷണവും നടന്നു. പാർലമെന്ററി കാര്യ നടപടികൾ അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കായി യൂത്ത് പാർലമെന്റ് മത്സരം സംഘടിപ്പിച്ചു. ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വ്യത്യസ്തമായ പരിപാടി നടന്നത്. ജനാധിപത്യ സംവിധാനങ്ങളെക്കുറിച്ചും പാർലമെന്ററി കാര്യ നടപടികളെക്കുറിച്ചും കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള സർക്കാർ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ ഹയർ സെക്കൻഡറി വിഭാഗം യൂത്ത് പാർലമെന്റ് മത്സരം സംഘടിപ്പിച്ചത്. ആലത്തൂർ DYSP R മനോജ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് 2 ഇനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട നന്ദന MS-നെ ചടങ്ങിൽ അനുമോദിച്ചു. PTA പ്രസിഡന്റ് റഹീം പറക്കാടൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ സലീം, SMC ചെയർമാൻ സിദ്ദിഖ് പറക്കാടൻ, VHSC പ്രിൻസിപ്പാൽ TP ജയകുമാർ, ഹെഡ് മിസ്ട്രസ് ഷീജ സുഭാഷ്, അധ്യാപകരായ സുജിത EV, ഉഷ A, സ്റ്റാഫ് സെക്രട്ടറി പാത്തുമുത്തു, പ്രഭീത, രാജേഷ്, വിദ്യാർത്ഥി പ്രതിനിധി ആഗ്നാജി കുമാർ, യൂത്ത് പാർലമെന്റ് കോർഡിനേറ്റർ രാധിക K തുടങ്ങിയവർ സംസാരിച്ചു. കുന്നക്കാവ് ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂളിന്റെ വാർഷികം ഹിൽ സ്റ്റോം 2.0 എന്ന പേരിൽ വിവിധ പരിപാടികളോടെ ഡിസംബർ 20 ശനിയാഴ്ച ആഘോഷിക്കും. സിനിമ മിമിക്രി താരം നിയാസ് ബക്കർ ഉദ്ഘാടനം നിർവഹിക്കും.
സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന സൂമൂദ് എന്ന പേരിൽ തീം സെഗ്മെന്റിലൂടെ അരങ്ങേറുന്ന മ്യൂസിക് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആണ് വാർഷികാഘോഷത്തിന്റെ പ്രത്യേകത എന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹിൽ സ്റ്റോം 2.0 എന്ന പേരിൽ കുന്നക്കാവ് ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂളിന്റെ വാർഷികാഘോഷം ശനിയാഴ്ച വൈകിട്ട് 4:30 മണിക്ക് KG വിഭാഗം വിദ്യാർത്ഥികളുടെ കലാവിരുന്നോടെ ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാത്രി 8 മണിക്ക് സിനിമ മിമിക്രി താരം റിയാസ് ബക്കർ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭർ ചടങ്ങിൽ പങ്കെടുക്കും. പരിപാടി സംബന്ധിച്ച് പ്രിൻസിപ്പൽ റഹ്ഫത്ത് മുഹമ്മദ് വിവരിച്ചു. ഇപ്രാവശ്യം നമ്മൾ കുറച്ചും കൂടെ ഒരു വൈഡ് ആയിട്ടുള്ള ക്യാൻവസിലേക്ക്, വൈഡ് ആയിട്ടുള്ള ഫ്രെയിമിലേക്കാണ് നമ്മുടെ ഈ ഹിൽ സ്റ്റോമിനെ വ്യാപിച്ചിട്ടുള്ളത്. സുമൂദാണ് നമ്മൾ അതിന് കൊടുത്തിട്ടുള്ള പേര്. അപ്പോൾ സുമൂദ് നമുക്കറിയാം ഇന്ന് ഏറ്റവും എന്താ പറയുക, ഒരുപാട് വ്യാഖ്യാനങ്ങളും ഒരുപാട് അർത്ഥങ്ങളും ഉള്ള ഒരു പേരാണ് സുമൂദ് എന്ന് പറയുന്നത്. ഗ്രറ്റ തുൻബർഗിനെ പോലെയുള്ള ആക്ടിവിസ്റ്റുകളുടെ നേതൃത്വത്തിൽ നമുക്കറിയാം ഒരുപാട് ലോകത്ത് തന്നെ വലിയ ചർച്ചയാക്കപ്പെട്ട ഒരുപാട് സംഗതികൾക്ക് നേതൃത്വം കൊടുത്ത ഇതിൻ്റെ പേരാണ് സുമൂദ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ തീമും ഇപ്രാവശ്യം നമ്മൾ സുമൂദ് തന്നെയാണ് ഉള്ളത്. അതിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് സ്റ്റോറീസ് അൺടാങ്കിൾഡ് എന്നാണ്. അപ്പോൾ അതായത് ഒരുപാട് കുറച്ച് വർഷങ്ങൾക്കപ്പുറം ഉള്ള ഒരു കാലം, അന്നത്തെ കാലത്ത് ഇന്ന് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു വിഭാവനയാണ് യഥാർത്ഥത്തിൽ ആ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മളുടെ സംസ്കാരം, നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ സംഭാഷണങ്ങൾ, നമ്മളുടെ കല, എല്ലാത്തിനും വ്യക്തമായ ഒരു റോളും ഒക്കെ. സൂമൂദ് എന്ന പേരിൽ പ്രത്യേക തീം സെഗ്മെന്റിലൂടെ 3.5 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന കലാവിരുന്നാണ് വാർഷികാഘോഷത്തിൽ അരങ്ങേറുന്ന പ്രധാന പരിപാടി. സംഗീതവും വെളിച്ചവും നൃത്തവും അഭിനയവും കോർത്തിണക്കിയുള്ള ഈ പരിപാടിയിൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും മണിനിരക്കും. അധ്യാപകരും രംഗത്തെത്തും. ഭൂമിയെ ഉപഭോഗ വസ്തുവായി കാണാതെ വരും തലമുറയ്ക്കു കൂടി ഭൂമിയെ കരുതി വെക്കേണ്ട പൊതുസ്വത്തായി കാണണമെന്ന് പുതുതലമുറയ്ക്ക് പകരാനുള്ള ശ്രമമാണ് സൂമൂദിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പ്രോഗ്രാം ഡയറക്ടർ സെൽന വിജയ് പറഞ്ഞു. സൂമൂദ് എന്ന് പറഞ്ഞ പെർസിവറൻസ്, ആഴങ്ങളിലേക്ക് വേര് പോകണം. ചില വേരുകൾ കൂട്ടിപ്പണഞ്ഞ് കിടക്കുന്നുണ്ട്. ആ വേരുകളെ നമ്മൾ തുറക്കും വേണം. തുറക്കേണ്ട വേരുകൾ എന്ന് പറയുന്നത് യുദ്ധം കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ട ചില ബാല്യങ്ങളുണ്ട്. അതൊരു സ്ഥലത്ത് മാത്രമൊന്നുമല്ല. ആ ബാല്യങ്ങളെ നമ്മൾ കാണണം. ആ വേരുകൾ നമ്മൾ അറുത്തുവിടണം. യുദ്ധത്തിൻ്റെ ഭീതി എന്ന് പറയുന്ന വേര് നമ്മൾ അറുക്കണം. രണ്ടാമത് ജാതി മതം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യം, ഒരുപാട് സമയമെടുക്കുന്നു നമുക്കറിയാം. ഈ രാവിലെ എണീച്ചിട്ട് നമ്മൾ ഹിൽ ടോപ്പ് സ്കൂളിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് മറ്റന്നാൾ തൊട്ട് ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ള ചിന്തയൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങളതിലൊരു വേരാവും. തായ്വേര് ഞങ്ങളിൽ നിന്ന് തുടങ്ങണം എന്നാണ് ഞങ്ങളുടെ എന്താ പറയുക ആഗ്രഹം. ഞങ്ങളുടെ സ്കൂള് ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യത്തിൽ അധിഷ്ഠിതമായിട്ട് വരുന്ന കുട്ടികൾ എന്തിൽ നിന്ന് വേണം വിദ്യാഭ്യാസം എന്നത്. അഭ്യാസം പോരാ, മനുഷ്യനെ മനസ്സിലാവണം, കരുണ ഉണ്ടാവണം, സ്നേഹം ഉണ്ടാവണം. അതിനൊക്കെ അപ്പുറത്ത് അതിരുകളില്ലാതാവണം. അതിന് വേരാഴ്ന്നു പോയിട്ടുള്ള ചില വേരുകൾ മുറിച്ചു മാറ്റണം. അതിന് നല്ല വേരുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതാണ് സുമൂദ്. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടിയുടെ ഒരു ചെറിയ ഇൻട്രോ. പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ ടി ഷറഫുദ്ദീൻ, വിദ്യാർത്ഥികളായ ആയിഷ ഫെല, ഹുദാ ഫാത്തിമ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി എസ് അജയ്കുമാറിന്റെ വിരമിക്കൽ ചടങ്ങിന് സ്വാഗത സംഘം രൂപീകരിച്ചു. റൂറൽ ബാങ്ക് ഹാളിൽ ചേർന്ന യോഗത്തിൽ ഡയറക്ടർമാരും ജീവനക്കാരും പങ്കെടുത്തു. ഡിസംബർ 28-നാണ് വിരമിക്കൽ ചടങ്ങ്. നാട്ടുചന്താങ്കണത്തിൽ നടക്കുന്ന യാത്രയയപ്പ് സമ്മേളനം ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിക്കും. യാത്രയയപ്പ് സമ്മേളനത്തിന് ശേഷം മെഗാ ഷോയും അരങ്ങേറുമെന്ന് പ്രസിഡന്റ് PN മോഹനൻ പറഞ്ഞു. അതുപോലെ യാത്രയയപ്പ് സമ്മേളനത്തിന് ശേഷം ഏതാണ്ടൊരു 6-6:30 മണിയോടുകൂടി മെഗാ ഷോ ആരംഭിച്ച് ഒരു 9 മണിക്കുള്ളിൽ ആ ഷോ അവസാനിക്കുന്ന തരത്തിലാണ് ആഗ്രഹിക്കുന്നത്. ആ മെഗാ ഷോയിൽ ഒരു പാട്ടുകളുണ്ടാവും, മിമിക്രി ഉണ്ടാവും, ഡാൻസ് ഉണ്ടാവും. അങ്ങനെ അത് മെഗാ ഷോ ആകുന്നത്. ആ തരത്തിൽ ഈ യാത്രയപ്പ് യോഗം ഏറ്റവും ഗംഭീരം ആക്കുന്നതിന് വേണ്ടി ഉള്ള നിർദ്ദേശങ്ങളാണ് ഇവിടെ കൂടിയ ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ M പുരുഷോത്തമൻ ചടങ്ങ് വിശദീകരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സഹകരണ ജീവനക്കാരൻ
വിരമിക്കുമ്പോൾ നൽകേണ്ട യാത്രയപ്പിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ദീർഘകാല സേവനങ്ങളും അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് എന്ന ഈ സ്ഥാപനം മണ്ണാർക്കാടിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, ജനകീയ മണ്ഡലങ്ങളിലൊക്കെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും വളരെ അതിവിപുലമായിട്ടുള്ള ഒരു ജനകീയമായിട്ടുള്ളൊരു യാത്രയപ്പാണ് ശ്രീ അജയകുമാറിന് നൽകേണ്ടത്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളിവിടെ കൂടിയ സംഘാടക സമിതി വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ഇപ്പോൾ ഒരു 12 ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഒരു 10 ദിവസം കൊണ്ട് ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കി ഇവിടെ സൂചിപ്പിച്ച പോലെ, പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട്ടുചന്തയിൽ ഒരു കലാസന്ധ്യയോടുകൂടി നമ്മുടെ പരിപാടികൾ അത് നല്ല പങ്കാളിത്തത്തോടു കൂടെ നടത്തുകയും വേണം. അപ്പോൾ ആ പരിപാടി ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ഒറ്റപ്പാലം MLAയും പിന്നെ മറ്റ് നമ്മൾ ക്ഷണിക്കപ്പെടുത്തുന്ന പിന്നെ മണ്ണാർക്കാട്ടെ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലൊക്കെയുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഒരു നല്ല പരിപാടി നമുക്കിവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയണം. അപ്പോൾ ഈ ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാങ്കിൻ്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും മുഴുവൻ ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഈ പരിപാടിയിൽ പങ്കുചേരണം. അതോടൊപ്പം തന്നെ ഈ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന ബാങ്കിൻ്റെ അഭ്യുദയകാംക്ഷികൾ, ഇടപാടുക, മെമ്പർമാർ എല്ലാവരെയും പരമാവധി പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ നല്ല രൂപത്തിലുള്ള ഒരു യാത്രയപ്പ് സമ്മേളനത്തിനാണ് നമ്മളിവിടെ രൂപം നൽകേണ്ടത്. വൈസ് പ്രസിഡന്റ് റഷീദ് ബാബു, ഡയറക്ടർമാർ, ജീവനക്കാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. മറ്റൊരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. SD ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ NBFC ആയ ഷിംല ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ശാഖ അലനല്ലൂരിലും പ്രവർത്തനം ആരംഭിച്ചു. SD ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് MD സിനി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. സാമ്പത്തിക ഇടപാട് രംഗത്ത് 34 വർഷത്തെ സേവന പാരമ്പര്യമുള്ള SD ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ NBFC ആയ ഷിംല ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ശാഖയാണ് അലനല്ലൂർ പാക്കത്ത് ബിൽഡിംഗിൽ വ്യാഴാഴ്ച പ്രവർത്തനം ആരംഭിച്ചത്. SD ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് MD സിനി പ്രസാദ് ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. SD ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കൃഷ്ണപ്രസാദും പങ്കെടുത്തു. തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്കുള്ള സഹായ വിതരണവും ചടങ്ങിൽ ചെയർമാൻ കൃഷ്ണപ്രസാദ് നിർവഹിച്ചു. ചെർപ്പശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന SD ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ NBFC ആയ ഷിംല ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് സർവീസസിൻ്റെ 15ാമത്തെ ശാഖയാണ് ഇന്ന് അലനല്ലൂരിൽ നാടിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളിവിടുത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗോൾഡ് ലോണാണ് പ്രൊഡക്റ്റായിട്ട് നമ്മൾ സെയിൽ ചെയ്യണത്. ഡെപ്പോസിറ്റ് സൈഡിൽ NCD സബ്ജക്റ്റാണ് നമ്മൾ ഡെപ്പോസിറ്റ് സൈഡിലുള്ളത്. നമ്മൾ 5 വർഷത്തെ NCDക്ക് 12.5% കൊടുക്കുന്നുണ്ട്. നമ്മൾ ഭാവി പ്രവർത്തനങ്ങൾ 100 ബ്രാഞ്ചുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് 2026 ഞങ്ങൾ ഏപ്രിൽ മുതലേക്ക് ഒരു 50 ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളിലാണ്. ഈ നാട്ടിലെ നല്ലവരായ അലനല്ലൂർ പ്രദേശത്തെ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ നമ്മൾ ഈ സ്ഥാപനത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഗോൾഡ് ലോണിന് മാക്സിമം എമൗണ്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ. അതേപോലെ തന്നെ ഡെപ്പോസിറ്റിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഈ നാടിന് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ് ഷിംലയുടെ ബ്രാഞ്ച്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. SD ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ജനറൽ മാനേജർ TK സജീഷ്, സീനിയർ മാനേജർ ഓപ്പറേഷൻസ് M നന്ദകുമാർ, ക്ലസ്റ്റർ ഹെഡ് KP ലത, ലീഗൽ ഹെഡ് അഡ്വക്കേറ്റ് രാഹുൽ, MF ഹെഡ് M സജിത് തുടങ്ങിയവർ പങ്കെടുത്തു. സ്വർണ്ണപ്പണയത്തിന് 85% വായ്പയുൾപ്പെടെ ആകർഷകമായ സേവന നിക്ഷേപ പദ്ധതികളാണ് മറ്റ് പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും ഷിംല ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിനെ വ്യത്യസ്തമാക്കുന്നത്. NCD, സബ്ഡെപ്റ്റ് എന്നീ സ്ഥിര നിക്ഷേപ പദ്ധതികൾക്ക് 12.5% വരെ പലിശ നൽകുന്നു.
സ്വർണ്ണാഭരണ വിപണന രംഗത്ത് 135 വർഷങ്ങളായി 5 തലമുറകളിലൂടെ വിശ്വാസ്യത കൈമാറിപ്പോന്ന പെരിന്തൽമണ്ണ കിനാത്തിയിൽ ജ്വല്ലറി പുതിയ രൂപത്തിൽ അവതരിപ്പിച്ചു. നവീകരിച്ച കിനാത്തിയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഡയമണ്ട്സിന്റെ കാര്യങ്ങൾ എടുത്ത് പറയണം. നല്ല കളക്ഷൻസ് ഉണ്ട്. ലൈറ്റ് വെയിറ്റിലും 18 ക്യാരറ്റും 14 ക്യാരറ്റും ഉണ്ട് ഇവിടെ. അത് എനിക്ക് ഭയങ്കര സ്പെഷ്യലായി തോന്നി. ഈ ഒരു ഗോൾഡ് റേറ്റ് ഇത്രയും ഹൈ ആയിട്ടുള്ളൊരു സമയത്ത് നമുക്ക് ഡെഫിനറ്റ്ലി ഒന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ് ആണ്. 1890കളിൽ പെരിന്തൽമണ്ണയിൽ തുടക്കം കുറിച്ച് 5 തലമുറകളുടെ സുവർണ പാരമ്പര്യത്തോടെ കൈമാറിപ്പോന്ന കിനാദിയിൽ ജ്വല്ലറി ഇപ്പോൾ കാലത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം പുത്തൻ ട്രെൻഡോടുകൂടി അവതരിപ്പിച്ചു. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ആഭരണങ്ങളുമായി പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷനിൽ കിനാദിയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉദ്ഘാടനം ചെയ്തു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. കിനാദിയിൽ ജ്വല്ലറിയുടെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ഇവിടെ കഴിഞ്ഞു. 1.5 നൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യത്തെ സംബന്ധിച്ചിടത്തോളം 135 വർഷം അല്ലേ. നിരവധി തലമുറകളിലൂടെ വളരെ വിജയകരമായിട്ട് തന്നെ ഈ ജ്വല്ലറി പ്രവർത്തിച്ചു വരുന്നു. ഇപ്പോൾ അതിൻ്റെ പുതിയ ഒരു ഷോറൂമാണ്. വളരെ സൗകര്യപ്രദമായ രീതിയിലും കൂടുതൽ ആഭരണങ്ങളോടെ ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ്. എല്ലാത്തിലുള്ള ആശംസകളും വിജയങ്ങളും നേരിടും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. KP മുഹമ്മദ് അലി ഹാജിക്ക് ആഭരണം കൈമാറി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. ഷോറൂമിലൊരുക്കിയ ഡയമണ്ട് സെക്ഷൻ നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് VK കുഞ്ഞാലിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. കിനാത്തിയിൽ 135 കൊല്ലമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഈ ജ്വല്ലറി പുതിയ ഭാവത്തിലും പുതിയ ഹൈറ്റിലും വന്നിരിക്കുകയാണ്. ഇവിടെ വിശ്വാസ്യത ഉള്ളത് കൊണ്ട് ഇന്ന് ഇവിടെ വലിയ തിരക്കാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇനാഗുറേഷൻ കഴിഞ്ഞു. സന്ദർശിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നതാണ്. ഈ ജ്വല്ലറി ജനങ്ങളിടയിലുള്ള വിശ്വാസം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. എല്ലാ ഭാഗങ്ങളും നേരെയാണ്. നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നജീബ് കാന്തപുരം MLA, KPM മുസ്തഫ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, VP വാസുദേവൻ, നഗരസഭാ കൗൺസിലർമാർ, യൂത്ത് കൗൺസിലർമാർ, വ്യാപാര സംഘടനാ പ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. പതിനാല് ക്യാരറ്റ്, 18 ക്യാരറ്റ്, 22 ക്യാരറ്റ് ഗുണമേന്മയിലുള്ള അനേകം സ്വർണ്ണാഭരണങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെ കസ്റ്റമേഴ്സിന് തിരഞ്ഞെടുക്കാം. അതിനൂതനമായ ഡിസൈനുകളിലുള്ള ലൈറ്റ് ആൻഡ് വെയ്റ്റ് ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും ഷോറൂമിൽ പ്രത്യേക സെക്ഷൻ തന്നെ ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജിംഗ് ഡയറക്ടർമാരായ കിനാദിയിൽ യൂസഫ് ഹാജി, കിനാദിയിൽ ഷഫീഖ്, കിനാദിയിൽ സഹൽ എന്നിവർ പറഞ്ഞു.
പുതിയ ജ്വല്ലറിയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ 18 ക്യാരറ്റ്, 14 ക്യാരറ്റ്, 22 ക്യാരറ്റ് എല്ലാത്തിലും നമ്മൾ പുതിയ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസിലായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ഡയമണ്ടിൽ നമ്മൾ ഏറ്റവും ചെറിയ ക്യാരറ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഐറ്റംസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നിരവധി പുതിയ ഇപ്പോഴത്തെ ഇതിലാണ് സാഹചര്യത്തിൽ സേവിങ് സ്കീമാണ് നിർബന്ധമുള്ളത്. അതിലേക്ക് സേവിങ് സ്കീമിലേക്കായിട്ടുള്ള ആദ്യത്തെ സേവിങ് സ്കീമിൻ്റെ എമൗണ്ടിന് 40% നമ്മൾ ഷോറൂമിൻ്റെ സൈഡിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഒരു സേവിങ് സ്കീമാണ് ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പുതിയതായിട്ട്. നിരവധി ലൈറ്റ് വെയ്റ്റ് ഐറ്റംസ് ഉണ്ട്. 18 ക്യാരറ്റ് ഉണ്ട്, 22 ക്യാരറ്റ് ഉണ്ട്, പിന്നെ വെറൈറ്റി കളക്ഷൻസ് ഓഫ് സിൽവർ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡയമണ്ട് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയ ലൈറ്റ് വെയ്റ്റ് ആണ് മെയിനായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. സ്വർണ്ണാഭരണ വിപണന രംഗത്ത് പെരിന്തൽമണ്ണയിൽ തങ്ങളുടേതായ പാരമ്പര്യവും വിശ്വാസ്യതയും കൈമുതലാക്കിയാണ് കിനാദിയൻ ജ്വല്ലറി നിലനിൽക്കുന്നത്. 135 വർഷത്തോളമായി ഞങ്ങളിവിടെ സേവനം ചെയ്യുന്നത്. ഞങ്ങൾ എൻ്റെ വാപ്പ യൂസുഫ് ഹാജിയാണ്. മൂപ്പര് വാപ്പയായിരുന്നു, ബാപ്പു ഹാജി തുടങ്ങി. അതിനു മുമ്പ് വാപ്പൻ്റെ വാപ്പയായിരുന്നു മൂത്താമൂന്ന് പറഞ്ഞിട്ട്. സ്റ്റാർട്ടിങ് മൂത്താമൂന്നിനെ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വാപ്പയും വാപ്പൻ്റെ ജ്യേഷ്ഠന്മാരുമായി തുടങ്ങിയത്. ജ്യേഷ്ഠൻ മൂസക്കുട്ടി, പിന്നെ മുഹമ്മദ് കുട്ടി, യൂസുഫ് ഹാജി, 3 ആൾ കൂടിയിട്ടാണ് കച്ചവടം പിന്നെ ചെയ്യുന്നത്. അതിനുശേഷം ബാപ്പു ഹാജിയായി. അതിനുശേഷമാണ് ഞാനും മോനും കൂടെ കൂടിയിട്ട് ചെയ്യുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറും കിനാദിയിൽ നൽകുന്നുണ്ട്. ഉദ്ഘാടന ദിവസം ലക്കി ഡ്രോയിലൂടെ 3 പേർക്ക് സ്വർണ്ണാഭരണങ്ങൾ സമ്മാനിച്ചു. ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ 5000 രൂപ വീതം ക്യാഷ് പ്രൈസ് സമ്മാനമായി നൽകി. 20 പവന് മുകളിൽ വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യദമ്പതികൾക്ക് സൗജന്യ വിദേശയാത്ര, 10 പവന് മുകളിൽ വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യദമ്പതികൾക്ക് 5 സ്റ്റാർ താമസം, വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലിയിൽ പ്രത്യേക ഡിസ്കൗണ്ടുകൾ തുടങ്ങിയ ആകർഷകമായ ഓഫറുകൾ ജനുവരി 18 വരെ തുടരും. മറ്റു വാർത്തകൾ. ചെർപ്പുളശ്ശേരി പ്രോടെക് അക്കാദമിയിൽ സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റ് ശ്രദ്ധേയമായി. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വിവിധതരം ഭക്ഷണ വിഭവങ്ങളാണ് ഫെസ്റ്റിൽ പ്രദർശിപ്പിച്ചത്. വൈവിധ്യവും രുചികരവുമായ ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കിയാണ് ചെർപ്പശ്ശേരി പ്രോടെക് അക്കാദമിയിൽ ഫുഡ് ഫെസ്റ്റ് നടന്നത്. അക്കാദമിയിലെ വിദ്യാർത്ഥികൾ 4 ടീമുകളായാണ് മത്സരിച്ചത്. വെറൈറ്റി കേക്കുകൾ, ജ്യൂസ് ഐറ്റംസ്, ഐസ്ക്രീം, ചിക്കൻ ബീഫ് വിഭവങ്ങൾ, മന്തി, ബിരിയാണി, സ്നാക്ക് ഐറ്റംസുകൾ, വ്യത്യസ്ത തരം പായസങ്ങൾ, എണ്ണക്കടികൾ, അച്ചാറുകൾ തുടങ്ങി വിദ്യാർത്ഥികൾ വീട്ടിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവന്ന 400-ൽ പരം വിഭവങ്ങളാണ് പ്രദർശിപ്പിച്ചത്. മലബാർ സ്നാക്സ്, കേരള നാടൻ റെസിപ്പി, പായസം, ബേക്ക്ഡ് റെസിപ്പി, റൈസ് ഐറ്റംസ് എന്നിങ്ങനെ 5 കാറ്റഗറികളിലായിട്ടാണ് വിഭവങ്ങൾ തയ്യാറാക്കിയത്. ചെർപ്പശ്ശേരി നഗരസഭാ അംഗം ശ്രീലജ വാഴക്കുന്നത്ത് വിശിഷ്ടാതിഥിയായി. ചെർപ്പശ്ശേരി നഗരസഭയിലെ പ്രീ പ്രൈമറി അധ്യാപകരെ വാർത്തെടുക്കുന്ന പ്രോടെക് അക്കാദമി ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ച് അവരിൽ ഒരു ഫുഡ് ഫെസ്റ്റ് എന്ന രീതിയിൽ, പ്രത്യേകിച്ചും അധ്യാപകർക്ക് ഇന്ന് പല രീതിയിലുള്ള കഴിവുകൾ ഉണ്ടായിരിക്കേണ്ടതാണ്. കുട്ടികളുടെ ലെസൺ പഠിപ്പിക്കാൻ മാത്രമല്ല, വളരെ വ്യത്യസ്തമായി അവർ പല രീതിയിൽ ടാലൻറ്റഡ് ആയിരിക്കേണ്ട ഒരു കാലഘട്ടത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികൾ വളരെ മനോഹരമായിട്ട് ഓരോ ഗ്രൂപ്പും വളരെ വ്യത്യസ്തമായിക്കൊണ്ടാണ് ഇവിടെ ഫുഡ് ഫെസ്റ്റ് നടത്തിയിരിക്കുന്നത്. അവർ വിവിധ രീതിയിലുള്ള ഓരോ സ്റ്റോളുകളും വിവിധ രീതിയിൽ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ വെറൈറ്റി ആയ ഐറ്റംസ് ഉണ്ട്. നല്ല സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്
എല്ലാവരും മികവാർന്ന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിരിക്കുകയാണ്. ഹോം ബേക്കേഴ്സായ ഫാത്തിമ ഷംസു, ബുഷറ വല്ലപ്പുഴ, ഷഹാന ഹാരിസ് എന്നിവരായിരുന്നു വിധികർത്താക്കൾ. പ്രസന്റേഷൻ, നീറ്റ്നെസ് എന്നിവയുടെ അടിസ്ഥാനത്തിലായിരുന്നു വിധി നിർണയം. വിജയികൾക്ക് സമ്മാനങ്ങളും നൽകി. മാനേജിംഗ് ഡയറക്ടർ ഫസലുദ്ദീൻ, പ്രിൻസിപ്പൽ ഷുക്കൂർ, ഡയറക്ടർമാരായ നസീമ, സുമയ്യ, മുബഷിറ, ടീച്ചർമാരായ റജീന, ബ്ലോഗർ അനീസ്, തൊയ്ബ കോളേജ് പ്രിൻസിപ്പൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചെർപ്പുളശ്ശേരി BRCയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം ഓട്ടിസം സെന്ററിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു. BPCN P പ്രിയേഷ് അധ്യക്ഷനായി. N വാസുദേവൻ, MK ദ്വാരകാനാഥൻ, PC ശിവശങ്കരൻ, എബിൻ ബേബി, ഭാസ്കർ പെരുമ്പിലാവിൽ, കൈലാസ്, H ശ്രീജിത്ത്, T ശ്രീലത എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികൾ ഉണ്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. വാണിയംകുളത്ത് പെട്രോൾ പമ്പിന് തീയിടാൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. വാണിയംകുളം സ്വദേശികളായ പ്രശാന്ത്, രവീന്ദ്രൻ എന്നിവരാണ് അറസ്റ്റിലായത്. കുപ്പിയിൽ പെട്രോൾ നൽകാത്തതിനായിരുന്നു അതിക്രമം. മണ്ണാർക്കാട് CPM ജമാഅത്തെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയിട്ടില്ലെന്ന് ലോക്കൽ സെക്രട്ടറി K മൻസൂർ. കുന്തിപ്പുഴ വാർഡിൽ ഒറ്റ വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥിയെയും തള്ളി മൻസൂർ. വാർഡിൽ പിന്തുണച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥി KT ഫൈസലിന്. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പദവിയെ ചൊല്ലി ലീഗും കോൺഗ്രസും തമ്മിൽ തർക്കം. UDF യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വൈസ് പ്രസിഡന്റ് പദവി PK ശശി വിഭാഗം സ്വതന്ത്രനു നൽകാൻ നീക്കം. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ സ്വർണ്ണവേട്ട. രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവന്ന 8.69 കിലോഗ്രാം സ്വർണം പിടികൂടി. മുംബൈ സ്വദേശികളായ യുവാക്കൾ പിടിയിൽ. എവിടെ പോയാലും സ്വന്തം രാജ്യത്തിന്റെ മൂല്യങ്ങളും ഭാരതീയതയും കാത്തുസൂക്ഷിക്കണമെന്ന് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. ഒറ്റപ്പാലത്ത് KPS മേനോൻ പുരസ്കാരം ഗവർണർ സമ്മാനിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.